السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي مالك الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم والحمد لله تملأ الميزان. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇബാദത്തുകൾ പല പ്രകാരത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മനസ്സുകൊണ്ട് നിർവഹിക്കുന്ന, നാവുകൊണ്ട് നിർവഹിക്കുന്ന വ്യത്യസ്തമായ ഇബാദത്ത്. എന്തിനാ ഇതൊക്കെ? നിസ്കരിക്കാനും, നോമ്പ് പിടിക്കാനും, സക്കാത്ത് കൊടുക്കാനും, ഹജ്ജ് ചെയ്യാനും പറഞ്ഞത് അവിടെ നിർത്തിയാൽ പോരെ. പിന്നെന്തിനാ കുറേ ദിക്റുകളും ഔറാദുകളും ഒക്കെ? എന്തിനാ കുറെ തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും ഒക്കെ നിർവഹിക്കുന്നത്? അതൊക്കെ അള്ളാഹുവിനോടുള്ള ഖുർബത്ത് കിട്ടാൻ വേണ്ടിയാണ്, അടുപ്പം കിട്ടാൻ, സാമീപ്യം കിട്ടാൻ വേണ്ടി. ആ ഖുർബത്ത് വഴി അള്ളാഹുവിന്റെ ബറക്കത്ത് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ബറക്കത്ത് കിട്ടുക മാത്രമല്ല, കിട്ടിയ ബറക്കത്തുകളൊക്കെ വർദ്ധിച്ചു കിട്ടുകയും വേണം. അങ്ങനെ വർദ്ധിച്ചു കിട്ടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത് 14-ാമത്തെ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്ത്, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് വിളംബരം ചെയ്യുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ശുക്റിന്റെ പദമാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു അൽഹംദുലില്ലാഹ് അല്ല, തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അതൊരു ചെറു വാക്കല്ല, വലിയ കാര്യമുണ്ട് അതിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആ ശുക്റും ഹംദും കൂടി ചേരുമ്പോൾ അതിന്റെ ബറക്കത്ത് മീസാനിൽ വലിയ ഭാരമുള്ളതായിത്തീരും. കേവലം നമ്മൾ നമ്മുടെ നാവുകൊണ്ട് പറയുന്നത് ഒരു അൽഹംദുലില്ലാഹ് ആണെങ്കിൽ പോലും ആ അൽഹംദുലില്ലാഹ്ക്ക് വലിയ ഘനം ഉണ്ട്. അത് നാളെ മീസാനിൽ വലിയ തുലാസിൽ തൂക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവും. നമുക്കറിയാം, 10-20-25 വർഷം മുൻപ് 1 ഗ്രാം സ്വർണത്തിന് 100-500 രൂപ വരെയുള്ള കാലത്ത് നമ്മളൊക്കെ ഒരു കോയിൻസ് അല്ലെങ്കിൽ മുള കെട്ടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചു. അതല്ലെങ്കിൽ നമ്മുടെയും ചെറുപ്പകാലത്തുണ്ടായിരുന്നു, കാശ് കുടുക്കിയിൽ ഇങ്ങനെ ഇട്ട് വെക്കും, കിട്ടുന്ന ചില്ലറ പൈസകളൊക്കെ പൊട്ടിക്കുന്ന ഒരു സന്ദർഭത്തിലുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത അത്രയും വലിയ സംഖ്യ അതിലുണ്ടാവും. ഐഹികമായ ലോകത്തെ കാശ് കൊടുക്കുകയാവുന്ന കുഞ്ചിയിൽ നാം ഇട്ട് വെക്കുന്ന ഈ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഈ കോയിൻസ് നാളെ റബ്ബ് പരലോകത്ത് പൊട്ടിച്ചെടുത്തിട്ട് ആ മീസാനിലിട്ട് തൂക്കിയാൽ അത് വലിയ ഭാരമുണ്ടായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ആ ഒരു കുഞ്ഞു പദം തംലഉ, അത് നിറയ്ക്കും അൽ മീസാൻ, അള്ളാഹുവിന്റെ മീസാൻ എന്ന തുലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അവരവന്റെ നാവിൽ നനവുള്ളിടത്തോളം കാലം എല്ലാവിധ ദിക്റുകളും ഫിക്റുകളും ഒഴിയാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന വാചകവും അഫ്ദലു ദിക്റുമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു നമുക്ക് ഏവർക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും
സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.